ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SCRT ചാപ്റ്റേഴ്സുമായിട്ടാണ്. ഈ SCRT ചാപ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചും അതുപോലെ നമുക്ക് പ്രോട്ടീൻ, അന്നജം, വിറ്റാമിൻസ് കൊണ്ട് ഉണ്ടാകുന്ന അപര്യാപ്തത, രോഗങ്ങൾ, ഏതിൽ നിന്നെല്ലാം നമുക്ക് ആ വിറ്റാമിൻസ് കിട്ടുമെന്നാണ്. നമ്മൾ ഓൾറെഡി വിറ്റാമിൻസിൻ്റെ ഒരു ക്ലാസ് എടുത്തതാണ്. എന്നാൽ കൂടി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വൈസസുള്ള ക്ലാസ്സസും കൂടി നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നമുക്ക് എക്സാമിന് കൂടുതൽ ഉപകാരമാവുള്ളൂ. അതുകൊണ്ടാണ് അത് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയത്. കാരണം ഇതെല്ലാം രോഗങ്ങളിൽ പെടുന്നതാണ്. അതായത് അപര്യാപ്തത രോഗങ്ങളായാലും ജീവികൾ മൂലമുള്ള രോഗങ്ങളായാലും എല്ലാത്തിലും പെടുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സസ് മാത്രമാണ്. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പകർച്ചവ്യാധികൾ എന്നാണല്ലേ അറിയപ്പെടുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് പകരുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വായുവിലൂടെ പകരാം, ജലത്തിലൂടെ പകരാം, സമ്പർക്കത്തിലൂടെ പകരാം, അതുപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെയും, അതുപോലെ നമ്മളെ രോഗാണുക്കളായ വ്യക്തികളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരാൻ പറ്റും. അതല്ലാതെ മൃഗങ്ങളിലൂടെ, പക്ഷികളിലൂടെ, ഷഡ്പദങ്ങളിലൂടെ എല്ലാം എന്ത് പകരുന്നുണ്ട്? രോഗങ്ങൾ പകരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പറഞ്ഞാൽ ക്ഷയം, കോളറ, അതുപോലെ കുഷ്ഠം, എബോള, എയ്ഡ്സ്, പക്ഷിപ്പനി, പന്നിപ്പനി, മാൾട്ടാപ്പനി, അവയെല്ലാം എന്തിലൂടെ പകരുന്നതാണ്? അവയെല്ലാം ഒരു പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് മഹാമാരികൾ എന്ന് പറഞ്ഞാൽ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അപ്പോൾ മഹാമാരിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യം ഓർമ്മ വരിക എന്താണ്? COVID-19 ആണ് അല്ലേ? COVID-19 വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനായ കോവിഷീൽഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അപ്ലൈ ചെയ്യാനും അത് കിട്ടാതെ ബുദ്ധിമുട്ടാനും എല്ലാം കുറേ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പം മഹാമാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ പോകുന്ന, വ്യാപിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെ കൂടി ബാധിക്കുന്നതിനാണ് മഹാമാരികൾ എന്ന് പറയുക. അതാണ് ഈ COVID-19, പ്ലേഗും, ക്ഷയവും, വസൂരിയൊക്കെ. ഇനി നമുക്ക് രോഗകാരികളെക്കുറിച്ച് നോക്കാം അല്ലേ? രോഗകാരികൾ എന്ന് പറഞ്ഞാൽ പലതരം രോഗകാരികളുണ്ട്. നമ്മൾ ഈ മൃഗങ്ങൾ പരത്തുന്നത് പറഞ്ഞു, കൊതുകുകൾ പരത്തുന്നത് പറഞ്ഞു. ഇവയൊന്നും അല്ലാതെ കണ്ണിന് കാണാൻ കഴിയാത്ത കുറേ രോഗകാരികളുണ്ട് അല്ലേ? അവ ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇവയൊക്കെയാണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത രോഗകാരികൾ എന്ന് പറയുന്നത്. ഇവരാണ് പ്രധാനമായിട്ടും മിക്ക അസുഖങ്ങൾക്കും അല്ലെങ്കിൽ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. ഈ രോഗകാരികളാണ് ബാക്ടീരിയയും വൈറസും ഫംഗസുമെല്ലാമാണ് മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത്. എന്നാൽ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അല്ല. കാരണം എന്താണ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറത്തൊക്കെ എന്താണ് അനേകം രോഗകാരികൾ അനേകം സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ട് അല്ലേ? അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം സഹായിക്കാറുമുണ്ട്. അതുപോലെ നമ്മൾക്ക് ഉപകാരികളാവുന്ന കുറേ സൂക്ഷ്മജീവികളുണ്ട്. ഉദാഹരണം നമ്മുടെ ദോശമാവ് പുളിക്കുന്നത്, പാല് തൈരാകുന്നത്, അതൊക്കെ ചില ബാക്ടീരിയകളുടെ സഹായം മൂലമാണ്. അതിന് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മരിച്ചുപോയവയെല്ലാം അങ്ങനെ ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ഭൂമിയുടെ അവസ്ഥ അല്ലേ? അതുപോലെ ഇതെല്ലാം ഭൂമിയിലേക്ക് അഴുകിച്ചേരാനും ഒരുപാട് സൂക്ഷ്മജീവികൾ നമ്മൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികൾ, രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികൾ കുറേയുണ്ട്, ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. പക്ഷേ അതിലെ തന്നെ എല്ലാ സൂക്ഷ്മജീവികളും അങ്ങനെയുള്ളവയല്ല, ഒരുപാടെണ്ണം നമുക്ക് ഉപകാരമുള്ളവ കൂടിയാണ്. ഇനി ഫംഗസുകളുടെ ലോകം എന്നുള്ള ഒരു ടോപ്പിക്ക് നോക്കാം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാകുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡില, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ഞാൻ ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ രോഗം. അപ്പോൾ ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറഞ്ഞതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്?
നമ്മളോട് എങ്ങാനും ഈ കരിമ്പൻ തുണികളിൽ പൊടിക്കുന്ന ഈ കരിമ്പൻ എന്തിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തിൽ പെടുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്? അത് ഫംഗസുകളിൽ പെടുന്നതാണ്. അതുപോലെ റൊട്ടിപ്പൂപ്പൽ, വേറൊന്ന് ഏതാണ്? കൂണെല്ലാം എന്തിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്? ഫംഗസുകളിൽ പെടുന്നതാണ്. അതുപോലെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവയാണ് മനുഷ്യന്മാർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളിൽ പെടുന്നവ. ഇനി രോഗാണുവാഹകർ ആരൊക്കെയാണ്? രോഗാണുവാഹകർ പറഞ്ഞാൽ നമുക്കറിയാലോ, മൃഗങ്ങൾ പരത്തുന്നുണ്ട്, അതുപോലെ പക്ഷികൾ പരത്തുന്നുണ്ട്, അതുകൂടാതെ ഷഡ്പദങ്ങൾ പരത്തുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ പെടുന്നതാണ് ഈച്ചയും ചെള്ളും, അതുപോലെ കൊതുക്, വവ്വാൽ ചോദിച്ചാൽ നമുക്കറിയാലോ നിപ്പ പനി. നമ്മൾ കേരളം ഒരു ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു രോഗം കൂടിയാണ് ഈ നിപ്പ എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. രോഗങ്ങൾ ആഹാരത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, വായിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ. അതായത് മലിനജലം കുടിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ വായുവിലൂടെ പകരുന്നത്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം പറയും? തൂവാലയെല്ലാം യൂസ് ചെയ്തിട്ട് തൂവാല വിപ്ലവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അതുപോലെ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മനുഷ്യന്മാർക്ക് മാത്രമാണോ രോഗം വരിക? അല്ല അല്ലേ. മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം വേറെ ആർക്കൊക്കെ വരാറുണ്ട്? നമ്മളെ കൃഷിയിടങ്ങളിൽ തന്നെ കാർഷിക വിളകൾക്കും എന്ത് വരാറുണ്ട്? ഈ അസുഖങ്ങൾ വരാറുണ്ട്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ എന്നിവയൊക്കെ ഈ സസ്യങ്ങൾക്ക് വരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്? അതായത് വെളിയിൽ നിന്ന് ഉള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് വെച്ചാൽ അവയെ നിയന്ത്രിക്കാനും അതുപോലെ അവരെ ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടും തന്നെ ഉണ്ട് അല്ലേ. ഇതിനെയാണ് ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസുഖങ്ങൾ വന്നാലല്ല, രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പം അതിനൊക്കെ ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വന്ന അവയെ ചെറുത്ത് നിൽക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. എന്നാൽ ചില അസുഖങ്ങളുണ്ട്, ഈ പോളിയോ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെയൊന്നും സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് അല്ലേ. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരുന്ന രോഗങ്ങൾ കുറേയുണ്ട്. ഏതൊക്കെയാണ്? ഈ വസൂരി, പ്ലേഗ്, പോളിയോ, ഇങ്ങനെയുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ കുത്തിവയ്പ്പിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കുത്തിവയ്പ്പ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ, ജനന സമയത്ത് നമ്മൾ എന്താ കൊടുക്കുക? BCG ചെയ്യാറുണ്ട്. കുട്ടി ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്നതാണ് BCG എന്ന് പറയുന്നത്. ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ എന്ന് പറയുന്ന വാക്സിനാണ് ഫസ്റ്റ് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ OPV, ഓറൽ പോളിയോ വാക്സിൻ, പിന്നെ ഹെപ് ബി, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ പോളിയോ വാക്സിനായ ഫ്രാക്ഷണൽ ഡോസ്, RVV, റോട്ടാ വൈറസ് വാക്സിന്, ഇവയെല്ലാം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പല സമയങ്ങളിലായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ ഈ ഓറൽ പോളിയോ വാക്സിൻ തന്നെ നമ്മൾ 6 ആഴ്ചയിൽ ഡോസായിട്ട് കൊടുക്കുക. ആദ്യത്തെ ഡോസ് 6 ആഴ്ചയിൽ, അതിനുശേഷം പിന്നെ 10 ആഴ്ച, പിന്നെ 14 ആഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്സിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ റോട്ടോ വൈറസ് വാക്സിൻ ആയാലും ശരി, എല്ലാം നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല അല്ലേ. പല സമയത്തായിട്ടാണ്. 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, അതുപോലെ 9 മാസം, 16 മുതൽ 24 മാസം വരെ, 5 to 6 വയസ്സ് വരെ, 10 വയസ്സ്, പിന്നെ 16 വയസ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാക്സിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BCG, ബാസിലസ് കാൽമെറ്റ് ഗൊറിൻ, OPV, ഓറൽ പോളിയോ വാക്സിൻ, HPV, ഹെപ്പറ്റൈറ്റിസ് ബി, FIPV, പോളിയോ വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ്, RVV, റോട്ടാ വൈറസ് വാക്സിൻ, PCV എന്താണ്? ന്യൂമോകോക്കൽ
കൺജുഗേറ്റ് വാക്സിൻ, MR മീസിൽസ് റുബെല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതിൻ്റെയൊക്കെ പേരെടുത്തിട്ട് പറയാൻ കാരണം. ഇനി നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് എവിടെ നിന്നാണ്? ഊർജ്ജങ്ങൾ കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ആഹാരങ്ങളിലൂടെയാണ് അല്ലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജങ്ങൾ ലഭിക്കുന്നത്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗാണുക്കളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ പോഷകങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷക ഘടകങ്ങളെയാണ് കാർബോഹൈഡ്രേറ്റുകൾ, അതുപോലെ പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിൻസ്, ധാതുക്കൾ എന്നിവയെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പോഷക ഘടകങ്ങളിൽ പെടുന്നതാണ്. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിൽ കൂടി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒന്നാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ, ആവശ്യമായ അളവിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനാൽ നമ്മൾ പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി എല്ലാ പോഷകങ്ങളുമുള്ള കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻസ്, ധാതുക്കൾ എന്നിവയെല്ലാമുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫൈബേഴ്സ്, നാരുകൾ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഫൈബേഴ്സ്, അതുപോലെ വെള്ളം എന്നിവയെല്ലാം നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമായ ഒന്നാണ്. എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലേ? നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നവരൊക്കെ എന്ത് പറയും? കാർബ് കുറയ്ക്കണം എന്ന് പറയും. പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമായ ഘടകം എന്നാണ്? ഈ കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതലും ഉള്ളത് എന്താണ്? അന്നജമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നിങ്ങനെ പല രൂപത്തിലാണ് ഈ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നു. അതുപോലെ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളിലൊക്കെ എങ്ങനെയാണുള്ളത്? അന്നജമാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇനി ധാന്യങ്ങൾ, മില്ലറ്റ്സ്, ഇത് ഒരുവിധം പുല്ല് വർഗത്തിൽപ്പെട്ട വിളകളാണ്. ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ എന്നെല്ലാം അറിയപ്പെടുന്നത്. അരി, ഗോതമ്പ് എന്നിവയിനേക്കാളും എന്തുണ്ടാവും അതിൽ? അവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിൽ പ്രോട്ടീനും വിറ്റമിനും ധാതു ലവണങ്ങളും എല്ലാം ഈ മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ടാവും. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ മില്ലറ്റ്സ് നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് ഇതിനെ പോഷക മൂല്യം മനസ്സിലാക്കിയതോടെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഈ ചെറുധാന്യങ്ങളും ഈ മില്ലറ്റ്സും ഒക്കെ നമ്മൾ മനുഷ്യന്മാർ ആഹാരത്തിനും ഉപയോഗിച്ച് തുടങ്ങിയത്. ഈ മില്ലറ്റ്സിൽ ഏതൊക്കെയാണ് പെടുക ചോദിച്ചാൽ റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവയൊക്കെയാണ് ഈ മില്ലറ്റ്സിൽ പെടുക. നമുക്കറിയാലോ, നമ്മൾ 6 മാസം ആയാൽ തൊട്ടിട്ട് റാഗി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങും അല്ലേ? കാരണം എന്താണ്? അതിൽ അത്രയും പോഷക ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പ്രോട്ടീന്, വിറ്റമിൻ, അതുപോലെ ധാതു ലവണങ്ങളൊക്കെ വളരെ ഉയർന്ന തോതിലുള്ളത് കൊണ്ടാണ് ഈ ചെറുധാന്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്ത് തുടങ്ങുന്നത്. ഇനി എന്താണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്? നമ്മുടെ ശരീര നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീന് നമ്മുടെ പേശികൾക്കും അതുപോലെ തലമുടികൾക്കും ത്വക്കിനും എല്ലാത്തിൻ്റെ ആരോഗ്യത്തിനും ഈ പ്രോട്ടീൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻ്റെ കുറവാണ് കോഷിയോർക്കർ, മരാമസ് എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഷിയോർക്കർ, മരാസ്മസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോഷിയോർക്കർ, മരാസ്മസ് എന്നിവയാണ് പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അതുപോലെ തന്നെ
കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മൾ ഒരു ടൈമായ കൊഴുപ്പാണ് പറഞ്ഞിട്ട് പല ഭക്ഷണങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, മാറ്റാറുണ്ട്. അതിൽ കൊഴുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഈ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും പോലെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ കൊഴുപ്പ് എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ സെയിം ലെവലിൽ എടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൊഴുപ്പ് അധികം കഴിക്കരുത് എന്ന് പറയുന്നത്? അത് കൊളസ്ട്രോൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയുക, അല്ലെങ്കിൽ സാധാ എല്ലാവരും പറയും, നീ ഇങ്ങനെ ഇത്രയും കൊഴുപ്പ് കഴിക്കരുത്, നിൻ്റെ ശരീരം നിനക്കത് കൊളസ്ട്രോൾ വരാൻ കാരണമാകും, അത് ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്? കൊഴുപ്പിൻ്റെ മറ്റൊരു രൂപമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ആവശ്യമായ അളവിൽ, ഒരു മിതമായ അളവിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ ആവശ്യമായി വരുന്നത്. എന്നാൽ ഈ കൊളസ്ട്രോൾ തന്നെ രക്തത്തിൽ അധികമായി പറഞ്ഞാൽ എന്ത് ചെയ്യും? രക്തത്തിൻ്റെ ഉൾഭിത്തിയിലൊക്കെ അത് അടിഞ്ഞു കൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് കാരണമാണ് നമ്മളെപ്പോഴും കൊഴുപ്പ് കുറയ്ക്കണം എന്ന് പറയുന്നത്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. അന്നജവും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ ലെവൽ മൂന്നും ഒരുപോലെ എടുത്ത് പറഞ്ഞാൽ ഏറ്റവും ഊർജ്ജം കിട്ടുന്നത് കൊഴുപ്പിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അത് അമിതമായാൽ ഈ കൊളസ്ട്രോളൊക്കെ പോലുള്ള രോഗങ്ങൾ വരും. അത് എന്ത് ചെയ്യും? ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ കൊഴുപ്പ് കൂടുതലായ ഉണ്ടാവുന്ന രോഗം ഏതാണ്? ഹൃദ്രോഗവും പക്ഷാഘാതവുമാണ്. ഇനി വിറ്റാമിൻസ് നമുക്കറിയാം അല്ലേ. വിറ്റാമിൻസ് നമ്മൾ വ്യക്തമായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിറ്റാമിൻസിനെ കുറിച്ചിട്ടൊരു ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. നമ്മുടെ കണ്ണിനൊക്കെ വളരെ സഹായകമാവുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? വിറ്റാമിൻ എ എന്ന് പറയില്ലേ. ആ വിറ്റാമിൻ എയുടെ കുറവ് മൂലം നമുക്ക് നിശാന്തത പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ വിറ്റാമിൻ ഡി കുറഞ്ഞ് പറഞ്ഞാൽ റിക്കറ്റ്സ് ഉണ്ടാവും എന്ന് പറയും അല്ലേ. വിറ്റാമിൻ ഡി നമുക്ക് അത്യാവശ്യമാണ്. അത് നമുക്ക് പാലിൽ നിന്നും മത്സ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ സസ്യങ്ങളിൽ നിന്ന് കിട്ടാത്ത വിറ്റാമിനാണ്, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിനാണ്. അതുപോലെ വിറ്റാമിൻ ബി ആയാലും ബി കോംപ്ലക്സ് ആയാലും ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഇനി നമുക്ക് വിറ്റാമിൻസ് എ, ബി, സി, ഡി, ഇ, കെ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വിറ്റാമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. വിറ്റാമിൻ ബിയോ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരമുള്ള ഒന്നാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത്. അതുപോലെ വിറ്റാമിൻ സി ചോദിച്ചാൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമായ ഒന്നാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ പല്ല്, മോണ എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണ്? വിറ്റാമിൻ സി. പല്ല്, മോണ, രക്തക്കുഴലുകൾക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡി എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ അതെന്തിനാണ് ഉപകാരപ്രദമാവുന്നത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് നമുക്ക് വിറ്റാമിൻ ഇ ഉപകാരപ്രദമാവുന്നത്. വിറ്റാമിൻ കെ ഫോർ കട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായകമാവുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും എന്ത് ലഭിക്കാറുണ്ട്? വിറ്റാമിൻ ഡി ലഭിക്കാറുണ്ട്. പാലുൽപ്പന്നത്തിൽ നിന്നെല്ലാം നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കാറുണ്ട്. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധന ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ എന്താവും? എല്ലുകൾ ദുർബലമാകുകയോ മൃദുവാകുകയോ മാറുന്ന അസുഖത്തിനെയാണ് നമ്മൾ കാണ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവാകുകയോ മാറുന്ന അവസ്ഥയാണ് കാണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി ലഭിക്കുന്നത് ഏതിലൂടെയാണ്?
സൂര്യപ്രകാശത്തിലൂടെ അതുപോലെ നമ്മൾ ഭക്ഷണത്തിലൂടെയും ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി നമ്മൾ എന്ത് ചെയ്യണം? സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. അതുപോലെ അത്യാവശ്യപരമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് വായ്പുണ്ണൊക്കെ വന്നു കാരണം നമ്മൾ എന്താ ചെയ്യുക? വിറ്റാമിൻ ബി കോംപ്ലക്സ് കഴിക്കണം എന്ന് പറയും അല്ലേ. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. അപ്പോൾ ബി കോംപ്ലക്സ് എന്തിനൊക്കെ വേണം? കോശങ്ങളുടെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. അതുപോലെ വിറ്റാമിൻ ലയിക്കുന്ന രീതി നമ്മൾ 2 തരം പറഞ്ഞു അല്ലേ. വിറ്റാമിൻ ബി സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നതും ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകളെ ശരീരത്തിന് ആഗിരണം ചെയ്യപ്പെടാൻ കഴിയില്ല. അപ്പോൾ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരം ആഗിരണം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം കൊഴുപ്പ് ഉൾപ്പെടുത്തുകയും വേണം. ഇനി അത്യാവശ്യമായ ധാതുക്കൾ, നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ്? അയൺ, ഇരുമ്പ്. ആ ഇരുമ്പ് നമുക്ക് കിട്ടുന്നത് ഏത് ആഹാരങ്ങളിലൂടെയാണ്? ഇലക്കറി, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിലൂടെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട അയൺ നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ഇത് കൊണ്ട് നമുക്കുള്ള ഉപകാരം എന്നാണ് ചോദിച്ചാൽ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അയൺ എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനമായ ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതു ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കാൽസ്യമാണ് അല്ലേ. അത് നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട്? മുട്ട, പാല്, ഇലക്കറി, മത്സ്യം എന്നിവയിൽ നിന്നെല്ലാമാണ് നമുക്ക് ഈ കാൽസ്യം ലഭിക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നത് ഈ കാൽസ്യമാണ്. അയഡിൻ നമുക്ക് ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിലൂടെയാണ്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇന്ന് മിക്ക ആളുകളിലും കാണപ്പെടുന്ന അസുഖമാണ് അല്ലേ തൈറോയിഡ് എന്ന് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡായിട്ടും ഹൈപ്പർ തൈറോയിഡായിട്ടും മിക്ക ജനങ്ങളിലും നമ്മുടെ ആഹാരശൈലിയുടെ അതായാലും ശരി, അങ്ങനെ പല കാരണത്തിലും കാണപ്പെടുന്ന ഒന്നാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം സഹായിക്കുന്ന ഒന്നാണ് ഈ അയഡിൻ എന്ന് പറയുന്നത്. ഇനി ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു, അതുപോലെ അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. നമ്മൾ പെർനീഷ്യസ് അനീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ വിറ്റാമിൻസിൻ്റെ അപര്യാപ്തത രോഗങ്ങളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം എന്താണ്? നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്താണ്? ഗ്ലോസിറ്റിസ് ആണ്. അതുപോലെ വായ്പുണ്ണ് അവയെല്ലാമാണ് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഈ ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണ് ഈ ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ സി എന്ന് പറയുന്നത് എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം, സ്കർവി, അതാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്നാണ്? കണയാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. നിശാന്തത എന്തിൻ്റെ അപര്യാപ്തത രോഗമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഈ നിശാന്തതയുള്ളവർക്ക് രാത്രി കണ്ണ് കാണാൻ പറ്റില്ല. അതായത് രാത്രി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചില പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ട് 6 മണിയായി പറഞ്ഞാൽ അവർക്ക് കണ്ണ് കാണില്ല എന്ന് കണ്ടിട്ടില്ല. അങ്ങനെയല്ല, രാത്രിയിൽ നല്ല വെളിച്ചത്തിലും അവർക്ക് കാഴ്ചക്ക് തകരാറൊന്നും ഉണ്ടാവില്ല. എന്നാൽ വെളിച്ചമില്ലാത്ത സമയത്ത് നല്ല വെളിച്ചമില്ലാത്ത സമയത്ത് എല്ലാം അവർക്ക് എന്തായിരിക്കും? കാഴ്ച കുറവായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ കുറേ ധാതുക്കളെ പറയല, അയണ്, അയഡിന്, കാൽസ്യം എന്നൊക്കെ. അപ്പോൾ അയണിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? അനീമിയയാണ് അയണിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അയഡിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? ഗോയിറ്ററാണ് അയഡിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഇനി കാൽസ്യത്തിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്?
ഓസ്റ്റിയോപോറോസിസ് ആണ് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത രോഗം. ഇനി നമ്മൾ എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് നോക്കാം. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകൾ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു, റിക്കറ്റ്സ് പറഞ്ഞു അല്ലേ. കുഞ്ഞുങ്ങളിൽ വിറ്റമിൻ ഡി എന്താവുന്നതാണ്, ഡി കുറയുന്നത് മൂലം എല്ല് ദുർബലമാവുകയോ മൃദുവാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാവുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത് എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഈ ഓസ്റ്റിയോപോറോസിസ് കാരണമാകും. ഇനി ഗോയിറ്റർ. എന്താണ് ഗോയിറ്റർ? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, അതായത് തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അത്യാവശ്യമായ ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇനി ഫൈബേഴ്സ്. നമ്മളിനി നോക്കാനുള്ളത് ഫൈബേഴ്സ് ആണല്ലോ. നമ്മൾ കൊഴുപ്പ്, പ്രോട്ടീൻ പറഞ്ഞു, കൊഴുപ്പ് പറഞ്ഞു, അതുപോലെ കാർബോഹൈഡ്രേറ്റും പറഞ്ഞു. ഇനി നാരുകൾ, ഫൈബേഴ്സ് എന്താണത്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. അതായത് നമുക്ക് സസ്യാഹാരത്തിലൂടെയാണ് അത് ശരീരത്തിൽ കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് അതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ദഹിപ്പിക്കാനോട്ട് കഴിയുന്നുമില്ല. എന്നാൽ ഈ നാരുകൾ എന്ന് പറയുന്നത് ഇത് ഒരു പോഷക ഘടകമൊന്നുമല്ല. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ദഹനം, അതുപോലെ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ, ഇവയ്ക്കൊക്കെ പ്രധാനമായും വേണ്ട ഒന്നാണ് ഈ ഫൈബേഴ്സ്, നാരുകൾ എന്ന് പറയുന്നത്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ജലം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ദഹന വ്യവസ്ഥയെക്കുറിച്ച്, സമീകൃത ആഹാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ജലം എന്നൊന്നും പറഞ്ഞല്ലേ. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണുള്ളത്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമായ ഒന്നാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ജലനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ധാരാളം വെള്ളം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിലെല്ലാം നമുക്ക് ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. എന്നാണ് ഈ സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി കേട്ട് വരാറുള്ളതാണ്. ഇപ്പോൾ ഈ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും വിറ്റാമിനും ധാതുക്കളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും കൊഴുപ്പായാലും എല്ലാം ആവശ്യത്തിന് മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഭക്ഷണത്തിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിലോ തന്നെ എല്ലാ വിറ്റാമിൻസും ഉണ്ടാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കാട്ടണം, അതിൽ മറ്റൊരു ഭക്ഷണത്തിലൂടെ അത് നികത്തണം. ഒന്നിൽ നിന്ന് കിട്ടാത്ത മറ്റൊന്നതിൽ നിന്ന് നമുക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ സി ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ എ കിട്ടണം പറഞ്ഞാൽ അതിന് എന്താണോ വേണ്ടത് അത് നമ്മൾ കഴിക്കണം. അങ്ങനെ ചെയ്യുന്നതിനാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എന്താണ് കലോറി കുറയ്ക്കണം, കലോറി കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് ഈ കലോറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കലോറി? നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഒരു ബിരിയാണി എടുത്താൽ അതിൽ എത്ര കലോറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡയറ്റീഷ്യൻ്റെ വീഡിയോസ് എടുത്താലും ശരി, വെയിറ്റ് ലോസ് എടുത്താലും ശരി, ഇത് മാത്രമാണ് കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് കലോറി എന്ന് ചോദിച്ചാൽ ആ ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 വരെ കലോറിയുടെ ഊർജ്ജം
ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പേര് മാത്രമേ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ ബാക്ടീരിയ രോഗം, വൈറസ് രോഗം, ഫംഗസ് രോഗം, പ്രോട്ടോസോവ രോഗങ്ങൾ പറഞ്ഞിട്ട് അത് പ്രത്യേകം പഠിക്കാറുണ്ട്. അതുപോലെ രോഗകാരികളുടെ വിശേഷണങ്ങളും പ്രത്യേകം പഠിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുക്കാം. നമുക്ക് ഈ രോഗങ്ങൾ, ബാക്ടീരിയ പരത്തുന്നത്, വൈറസ് പരത്തുന്നത്, പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ, ഫംഗസ് പരത്തുന്ന രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കും കൂടി നമുക്ക് എടുക്കാം. അതോടെ ഈ രോഗങ്ങൾ എന്നുള്ളത്തെ ഒരുവിധം ടോപ്പിക്ക് നമ്മുടെ തീരെ. ഓൾറെഡി വിറ്റാമിൻസും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.